ഈ പുനർജന്മം അഥവാ വീണ്ടും ജനിക്കാനുള്ള ഈ ഉദ്യമം വ്യക്തിപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. സമൂഹാത്മകമായിട്ട് തീർച്ചയായിട്ടും ഈ വീണ്ടും ജനിക്കുവാനുള്ള ആഹ്വാനങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നൽകി കഴിഞ്ഞു. ഈ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തിപരമായിട്ട് വീണ്ടും ജനിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നടപ്പാക്കേണ്ടത്. അതിനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഓരോ പെരുന്നാളും ഓരോ ആഘോഷവും നമ്മെ നിർബന്ധിക്കും. ഇരിങ്ങാലക്കുട പട്ടണം കത്തിന്റെ നിലവ് പിടിപെരുന്നാൾ ആഘോഷിക്കപ്പെട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടെ ആഹ്വാനം ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് തന്നെയാണ്. ഭൗതികതയുടെ സ്വാധീനത്തിൽ നിന്നും ആത്മീയതയിലേക്ക് പ്രവേശനം സാധ്യമാണ്. മതാത്മകതയുടെ സ്വാധീനങ്ങളിൽ നിന്നും ക്രിസ്തീയതയുടെ പടവുകൾ കയറാൻ തയ്യാറാണ്. സ്വാർത്ഥതയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും വിമുക്തരായി മനുഷ്യത്വത്തിന്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരാനായിട്ട് തയ്യാറാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുക? നിക്കോദേമോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സാധ്യമാകുക? ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആത്മാവിനും ജലത്തിനും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിന്റെ ഇടപെടല് ഇവിടെ അനിവാര്യമാണ്. ദൈവത്തിന്റെ ഇടപെടല് സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണ്. ഒരുപാട് സ്വാധീനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ആവരണം ചെയ്ത് നിർത്തി. ഇവിടെ ഈ ഭൗതികതയുടെ സ്വാധീനങ്ങളിൽ നിന്നും വിമുക്തരാകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള മനോഭാവം വളർത്തിയിരിക്കണം. കാരണം എന്താ? ആത്മീയതയിലൂടെ ദൈവീയതയിലൂടെ കടന്നു പോകുന്നവൻ തീർച്ചയായിട്ടും സഹനങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കും. എങ്കിൽ മാത്രമേ ജീവിതം ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇരിങ്ങാലക്കുട നിവാസികൾ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ്. ഈ ഇടവകയിലുള്ള 3300 വീട്ടുകാരും പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ.